നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, സിനിമാക്കാരുടെ സംഘടനയായ അമ്മ, ഇപ്പൊ എല്ലാവരും അത് അമ്മ എന്നത് മാറ്റി AMM എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ആ സംഘടനയുടെ ഗുണനിലവാരം അനുസരിച്ചാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ സംഘടനയെ വിളിക്കുന്നത്. പക്ഷെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ സംഘടനയിൽ പ്രതിഫലിക്കുന്നത് ശുദ്ധമായ സ്ത്രീ വിരുദ്ധത തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അപ്പോഴും ഇപ്പൊ ശ്വേതാ മേനോനെതിരെ ഉണ്ടായ ആരോപണങ്ങളും കുക്കു പരമേശ്വരനും ആരോപണ വിധേയമായി നിൽക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം പിന്നിൽ ചില ആൾക്കാരുടെ ഗൂഢാലോചനയാണ് എന്ന ആരോപണങ്ങളാണ് ഉയരുന്നത്. അതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ട്, യൂട്യൂബർക്ക് പങ്കുണ്ട് എന്നെല്ലാം കേൾക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നാണ് ശ്രീല കരുതുന്നത്? പ്രീത, ഈ 2-3 വിഷയങ്ങൾ ഇതിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, സ്ത്രീ വിരുദ്ധത കേരളത്തിലെ പൊതുവെയുള്ള ഒരു പ്രതിഭാസമാണ്. അത് ഒരു രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തുമുണ്ട്. സ്ത്രീകൾ ഏതെങ്കിലും രംഗത്ത് നിവർന്നു നിന്ന് തിരിച്ചു പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കഴിവാർജിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധമായ പല കാരണങ്ങൾ അവരെ പറഞ്ഞില്ലാതാക്കാനുള്ള ശ്രമം നടത്തും. അതിനൊക്കെ ഇരയായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഞാനും പ്രീതയും അടങ്ങുന്ന അംഗങ്ങൾ ഇതിന് ഇരയായിട്ടുള്ളവരാണെന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കൂ, ഇപ്പൊ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ. ഈ മാധ്യമങ്ങൾക്ക് എത്രമാത്രം സ്ത്രീവിരുദ്ധതയുണ്ട് എന്ന് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഏത് മാധ്യമ സ്ഥാപനത്തിലാണ് സ്ത്രീവിരുദ്ധത ഇല്ലാത്തത്? വളരെ കുറച്ച് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ മാത്രം, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള സ്വഭാവമില്ലാത്ത. ബാക്കി 90% പേരും ഇങ്ങനെ സ്ത്രീവിരുദ്ധത കൈമുതലായുള്ളവർ തന്നെയാണ്, ഒരു സംശയമില്ല. സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഏത് സ്ഥാപനങ്ങളിലാണ് മേധാവികളായിട്ടായി എഡിറ്റർമാരെ? കേരളത്തിൽ എത്ര എഡിറ്റർമാർ മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വന്നിട്ടുണ്ട്? ആദ്യമായി വന്നത് ലീലാ മേനോനാണ്, ജന്മഭൂമിയുടെ. അവിടെ സ്ത്രീവിരുദ്ധത ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത്രയെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായത് ജന്മഭൂമിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോ ചാനലുകൾ വന്നതോടുകൂടി ചാനലുകളുടെ ബ്യൂറോകളിലൊക്കെ ഇപ്പൊ ബ്യൂറോ ചീഫൊക്കെ ആയിട്ട് വനിതകളെയൊക്കെ അവിടെ ഇവിടെയും നിയമിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു എഡിറ്റർ എന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ, ഇപ്പൊ സിന്ധു സൂര്യമാർ ഏഷ്യാനെറ്റിലുണ്ട്, പക്ഷെ എങ്കിലും ഏറ്റവും കീ പോസ്റ്റിലേക്ക് വരുമ്പോൾ എത്ര പേർക്ക് അത്തരത്തിൽ എത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നോക്കൂ, കഴിവില്ലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തതല്ല പ്രശ്നം എന്നുള്ളത് നമുക്ക് എവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും എന്താണ് സംഭവിച്ചത്? സംഘടന, രാഷ്ട്രീയ സംഘടനയായാലും മറ്റ് സംഘടനകളായാലും തൊഴിലാളി സംഘടനകളായാലും ഏത് സംഘടനയും തലപ്പത്തേക്ക് സ്ത്രീകൾ വരുന്നതിനെ എല്ലാവരും എതിർക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. കാരണം KUWJയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരാളാണ് ഞാൻ. അന്ന് എന്നെ കുറിച്ച് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്താൻ എന്റെ സഹപ്രവർത്തകൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസുമുണ്ട്. ആ കേസ് കഴിഞ്ഞ ദിവസം ഈ മാർട്ടിൻ മേനാച്ചേരി ന്യൂസ് 18ലെ ആങ്കറോട് ചോദിക്കുന്നത് കേട്ടു. അവിടെ നിന്നും ഉരുണ്ട് പോകുന്ന കാണാം ആങ്കർ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ലീഡ് ചെയ്യാൻ സ്ത്രീകൾ എത്തിയാൽ, അല്ലെങ്കിൽ ലീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് സ്ത്രീകൾക്കെന്ന് തോന്നിയാൽ അവരെ കുറിച്ച് തോന്നിവാസം പറയുക പൊതു സ്വഭാവമാണ്. ഇവിടെ നോക്കൂ, ശ്വേതാ മേനോൻ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചു. ശ്വേതാ മേനോനെ വളരെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ശ്വേതാ മേനോൻ. അവർ അങ്ങനെ അഭിനയിച്ചു കൊണ്ടിരുന്ന കാലത്തൊന്നും അവരെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ, അതിന്റെ സാരഥ്യം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം എത്തുമ്പോൾ, അവർ ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാവുമ്പോൾ തീർച്ചയായും അവരെ കുറിച്ച് ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കേരളീയ പൊതുസമൂഹം ഏതായാലും ഒറ്റക്കെട്ടായി ആ വിഷയത്തെ നോക്കിക്കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയും ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആയതുകൊണ്ടാണ്, അത്രയും ബേസ്ലെസ് ആയിട്ടുള്ള കാരണങ്ങൾ ആ പരാതിയിൽ ഉള്ളത് കൊണ്ടാണ് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തത്. ഇവിടെ നോക്കൂ, അപ്പോൾ തന്നെ 500 പേരുള്ള ഒരു സംഘടനയാണ്. ആ 500 പേരുള്ള സംഘടനയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ കുക്കു പരമേശ്വരനെ അടക്കമുള്ള സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട്, ഇതിലെ തന്നെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് കുക്കു പരമേശ്വരനെ അടക്കമുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്നു. മൊത്തത്തിൽ ഒരു കേസ് ഉണ്ടാക്കിക്കൊണ്ട് ശ്വേതാ മേനോനെ തകർക്കാൻ ശ്രമിക്കുന്നു. ആകെ 500 പേരുള്ള ഒരു സംഘടനയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായാൽ ഈ സംഘടന എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഊഹവുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മത്സരിക്കാനിരുന്ന ചിലരുടെ അവർക്ക് മാറിപ്പോകേണ്ടി വന്ന സാഹചര്യം വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും എന്തു തന്നെയായാലും സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ പേടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കൊന്നും പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. നമ്മളെ അപായപ്പെടുത്തുമെന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണത്തിന്റെ ഒരു അഭാവം പത്രപ്രവർത്തകരുടെ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ ഈ വലിയ കാശ് കൊടുത്ത് കൊട്ടേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെയുള്ള ഒരു അവസ്ഥ പത്രക്കാർക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത് ഒരു പത്രക്കാരനെതിരെയാണ് പണ്ടൊരാൾ കൊട്ടേഷൻ കൊടുത്തത്, VV ഉണ്ണിത്താനെതിരെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ശ്രമം പത്രക്കാരുടെ ഇടയിൽ നിന്നുണ്ടാകാൻ ശ്രമം ഉണ്ടാവാൻ ഇടയില്ല, പുറത്തുനിന്ന് ഉണ്ടാവാനുള്ള ശ്രമങ്ങൾ ഉണ്ട് താനും. ഇവിടെ നോക്കൂ, ഇവിടെ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇവർക്ക് ഈ സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലാണ് സ്ത്രീകളുടെ ജീവൻ അപകടം ഉണ്ടാകുമോ എന്ന് പോലും പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ബേസ്ലെസ് ആയ ആർഗ്യുമെന്റ്സ് ഉയർത്തിക്കൊണ്ട് ഒരാളെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഏത് രീതിയിലും ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുമെന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇവിടെ. അവിടെ എന്താണ് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകൾ, ശ്വേതാ മേനോൻ അഭിനയിച്ച പരസ്യങ്ങൾ, ശ്വേതാ മേനോന്റെ ചിത്രങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ
പല സിനിമകളെയും ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് പുരുഷന്മാരുമുണ്ട്. പക്ഷെ ആ പുരുഷന്മാർക്കില്ലാത്ത, അവരഭിനയിച്ചപ്പോഴില്ലാത്ത പ്രശ്നമാണ് സ്ത്രീകൾക്ക് മാത്രമുള്ളത്. സ്ത്രീകൾ മാത്രമായി ഒരു സിനിമ സംഭവിക്കുന്നില്ല. ഇവിടെ നായകനും നായികയും ചേർന്നാണ് സിനിമ സംഭവിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ മനഃപൂർവ്വം ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിനുള്ളൂ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ്. ഇന്ന് പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമിതി നടക്കുന്നുണ്ട് കാസർഗോഡ്. അപ്പൊ സംസ്ഥാന സമിതിയിൽ ഉയർന്നു വരുന്ന ആരോപണം, എറണാകുളത്തെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റിനെ സെക്രട്ടറിനെ ഒക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു ആരോപണം ഉയർന്ന ആ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട് വാർത്ത. കാരണം അവരാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഈ പ്രാദേശിക പത്രപ്രവർത്തകൻ അവകാശപ്പെടുന്ന മാർട്ടിനെ പുറത്തുനിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരുടെയോ മകളോ ആരോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമാക്കാരുടെ ഇടയിൽ. അപ്പൊ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ, അത്തരത്തിലുള്ള ചില സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു യൂട്യൂബറെ സംബന്ധിച്ച്, ഒരു യൂട്യൂബർ ഈ സംഘടനയുടെ ഒഫീഷ്യൽ പാർട്ട്ണറായി, അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒഫീഷ്യൽ പാർട്ട്ണറായി എന്ന് അവകാശപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പൈസ അങ്ങോട്ട് കൊടുത്തുകൊണ്ട്, ആലോചിച്ച് നോക്കൂ, ഒരു യൂട്യൂബർ പൈസ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് സിനിമാക്കാരുടെ ഒഫീഷ്യൽ പാർട്ട്ണർ ആകുന്നു എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ എന്റർടൈൻമെന്റ് ചാനലുകളുടെ ഒരു കാലമാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും പണം അങ്ങോട്ട് നൽകി ഒഫീഷ്യൽ പാർട്ട്ണർ ആകുന്നു എന്ന് പറയുന്നതിനെ നമുക്ക് അവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളതല്ല. 500 പേരുള്ള ഒരു സംഘടനയുടെ ആ സംഘടനയുടെ ഒഫീഷ്യൽ പാർട്ട്ണർ ആവാൻ 30 ലക്ഷമോ 40 ലക്ഷമോ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് ഇത്ര പണം കൊടുത്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ചർച്ചാ വിധേയമാക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ശ്വേതാമേനോൻ എന്ന് മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം നമ്മൾ പറയുന്നു വിദ്യാഭ്യാസം കൂടി, സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലിടങ്ങളിലേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി, പൊതുരംഗത്തേക്ക് വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി, അങ്ങനെ നിരവധി സ്ത്രീകളുടെ നാഴികക്കല്ല്, സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരുപാട് നാഴികക്കല്ലുകൾ പല ഘട്ടങ്ങളിൽ, ഇപ്പൊ പൈലറ്റുമാരാണെങ്കിലും പിന്നെ മിലിറ്ററികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മിലിറ്ററിയിലെ വലിയ പദവിയിലേക്ക് എത്തിച്ചേരുന്ന സ്ത്രീകളാണെങ്കിലും ഒക്കെ ഇപ്പോ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് മുന്നേറ്റം ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോഴും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. എവിടെയും എത്തപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള പേരുദോഷം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പടവെട്ടലുകൾ ഒക്കെ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹമാണ് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകളെ അടക്കമുള്ളവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഒരു കൃത്യമായ തന്നെ സംസ്കാരം അല്ലെങ്കിൽ ഒരു പുരോഗമനത്തിന്റെ സൂചകങ്ങളായി കാണേണ്ട ചില വിഷയങ്ങൾ തന്നെയാണ് ഈ സ്ത്രീകളെ ബഹുമാനിക്കുന്ന അടക്കം. അല്ലെങ്കിൽ സ്ത്രീ, ഇപ്പൊ ഞാനൊരു രാഷ്ട്രീയ വിഷയം ഉന്നയിക്കുമ്പോൾ എന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് നമ്മളെ ഒന്നും അറിയാത്തവരും നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ പരിചയമുള്ളവരും ഒക്കെ വന്നിട്ട് അവർക്ക് എന്തോ നമ്മളെപ്പറ്റി കഥ പറയാനുണ്ടെന്ന് ഒറ്റ വാചകത്തിൽ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നാറും, ഈ ഒരൊറ്റ വാചകം കൊണ്ട് റദ്ദ് ചെയ്യപ്പെടുമെന്നാണ് ഇവന്മാരുടെ വിചാരം. ഇവന്മാർ വിചാരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ആ ഒരൊറ്റ വാചകത്തിൽ റദ്ദ് ചെയ്യപ്പെടേണ്ടവരാണോ സ്ത്രീകൾ? എന്ത് പറയാനാണുള്ളതെന്ന് പറയാതെ ഒരു വരി ധ്വനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചില അവരെ എന്ത് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല. പുരുഷനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത്തരം ആളുകളെ. അത്തരത്തിൽ ഇപ്പോ പല രീതിയിൽ നേരത്തെയൊക്കെ നമ്മൾ രണ്ടും കെട്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും അതും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വേർഡാണ്. മാത്രമല്ല ഇപ്പോ അത്തരത്തിലുള്ള ചില നല്ല മനുഷ്യന്മാരെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അതും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. അത്തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ, അവരെ എനിക്ക് ഈ സ്ത്രീയുടെയോ പുരുഷന്റെയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെയോ ഗണത്തിൽപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ, അത്തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും അരങ്ങ് വാഴുകയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് മുന്നോട്ട് വരും, ആരോടെങ്കിലും മിണ്ടേണ്ടി വരും, ആരോടെങ്കിലും സംസാരിക്കേണ്ടി വരും, എവിടെയെങ്കിലും പോയി ചായ കുടിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ, അവിടെ പുരുഷന്മാരില്ലാത്ത ലോകത്തെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ അടുത്തിടപഴകുകയും വർത്താനം പറയുകയും സംസാരിക്കുകയും കാറിൽ യാത്രയും ഒക്കെ ചെയ്യേണ്ടി വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മളെല്ലാം ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അതിനൊക്കെ വേറെ അർത്ഥം കൽപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ സ്ത്രീകളെ ഇകഴ്ത്താനുള്ള ശ്രമം നടത്തുന്നത് ഒരിക്കലും ആശ്വാസമല്ല. അത്തരത്തിലുള്ള ശ്രമം തന്നെയാണ്. അവർ ചെയ്ത തൊഴിലിന്റെ പേരിൽ, അവരെടുത്ത തൊഴിലിന്റെ പേരിൽ അവരെ ആക്രമിക്കുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. അവർ നിയമപരമായ അല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാളുടെ പ്രണയമോ ഒരാളുടെ വിവാഹമോ ഒരാളുടെ ജീവിതമോ അല്ല ഒരാളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത്. അവരേതെങ്കിലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനൊന്നും അത്തരത്തിലുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഒരാളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ ആ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെട്ടിട്ടുണ്ടോ, മറ്റാരെങ്കിലും അവർ ഉപദ്രവിക്കാൻ പോകുന്നുണ്ടോ, ഇതൊക്കെയാണ് ഒരാളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത്. അല്ലാതെ അവരൊന്ന് പ്രണയിച്ചു, അവർ തമ്മിൽ ബന്ധിതരായി, അതിനുശേഷം അവർ ഒന്ന് ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചു, ആ വിവാഹത്തിൽ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവർ പാർട്ട് ചെയ്തു, അല്ലെ അത്തരത്തിൽ അവർ വേർപിരിഞ്ഞു, ആ വേർപിരിഞ്ഞ് അതുകൊണ്ട് തന്നെ അവർ മോശക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് വിവാഹം കഴിക്കേണ്ടി വന്നുകൊണ്ടും അത്തരത്തിലുള്ള ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഞാൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അംഗീകരിക്കില്ല. ഒരാൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് അതിലേതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഹണി ട്രാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുക, അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള
കാര്യങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരൊരു ക്രിമിനൽ ആക്ടിവിറ്റീസും കാണിക്കാത്തിടത്തോളം കാലം അവരുടെ ചിത്രം ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും സൈറ്റിൽ ഇടുന്നതിന് അവരെന്ത് പഴച്ചു? അവരത് അറിയുന്ന പോലും ഉണ്ടാവില്ല ഒരു പക്ഷേ. അവർക്കത് നിയന്ത്രിക്കാനും കഴിയില്ല. സിനിമയിലൊക്കെ വരുന്ന സ്റ്റില്ലും സിനിമയിലൊക്കെ വരുന്ന വീഡിയോസും ഒക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത്തരത്തിലൊന്നും സ്ത്രീകളെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് അംഗീകരിക്കാൻ കഴിയുന്നത് ഒരു പുരോഗമന സമൂഹവുമല്ല. നമ്മൾ പുരോഗമനക്കാരാണെന്ന് നടിക്കുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ശരിയായ പ്രവണതയുമല്ല.